നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മറയൂരിലെ കരിമ്പ് കർഷകർക്കും വേനൽ സമ്മാനിച്ചത് ദുരിതകാലം. ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചു. പ്രതിസന്ധിയിലായത് വായ്പയെടുത്ത് കൃഷി ഇറക്കിയ കർഷകർ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 22, 29 തീയതികളിൽ നടക്കും. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ. അടിമാലി ടൗണിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപടി ആരംഭിച്ചു. നടപടികളുടെ ഭാഗമായി ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്ത പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. വേനൽ കനത്തതോടെ ക്ഷീരകർഷകർക്ക് നിർദ്ദേശങ്ങളുമായി മൃഗസംരക്ഷണ വകുപ്പ്. ക്ഷീരകർഷകർക്കായി മൃഗസംരക്ഷണ വകുപ്പ് വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിരൂക്ഷമായ ചൂടും വരണ്ട കാലാവസ്ഥയും മനുഷ്യനേക്കാളും കന്നുകാലികളിലും പക്ഷികളിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന സാഹചര്യത്തിൽ. വിശദമായ വാർത്തകൾ. മറയൂരിലെ കരിമ്പ് കർഷകർക്കും വേനൽ സമ്മാനിച്ചത് ദുരിതകാലം. ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചു. വായ്പയെടുത്ത് കൃഷി ഇറക്കിയ നിരവധി കർഷകരാണ് പ്രതിസന്ധിയിലായത്. മറയൂരിലെ ശർക്കര ഇത്തവണ കർഷകർക്ക് മധുരിക്കില്ല. കടുത്ത വേനലിൽ ജലസേചന മാർഗങ്ങൾ ഇല്ലാതായതോടെ മറയൂർ, പൈസ് നഗർ, വിട്ടുകാട്, കാരയൂർ മേഖലകളിൽ ഏക്കർ കണക്കിന് കൃഷിയാണ് നശിച്ചത്. വേനലിനെ തുടർന്ന് മണ്ണിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതും കരിമ്പ് കരിഞ്ഞുണങ്ങാൻ ഇടയാക്കി. സംഭവിച്ചത് സാറേ, ഇത് മഴയില്ലാതാണ്. ഇങ്ങനെ മഴ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഉണങ്ങിപ്പോയത്. ഇപ്പോഴാണ് ഈ 2 ദിവസമായിട്ട് ഇച്ചിരി മഴ കിട്ടിയ, എന്നിട്ട് വെള്ളം ഇറക്കി ഒരു നേട്ടമില്ല, എല്ലാം ഉണങ്ങിപ്പോയി. ഇപ്പോൾ 1 ഏക്കറിന് ഇത് പോയതാ. അതിൻ്റെ മുകളിൽ ഒരു 1/2 ഏക്കർ ഈ ചോളത്തിൻ്റെ കൃഷി ചെയ്തായിരുന്നു, അത് ഉണങ്ങിയിട്ടുണ്ട്. ഒത്തിരി സ്ഥലം പോയിട്ടുണ്ട്. വെട്ടുകാട്, കാരയൂർ ഭാഗം ഒക്കെ അങ്ങനെ കുറേ. ഇത്തവണ കറുമ്പ് കൃഷി ഇവിടെ കുറവാണ്, അതിൽ ഇങ്ങനെ മഴയില്ലാത്തതാണ് അങ്ങനെ ഉണങ്ങിപ്പോയത്. കാലാവസ്ഥാ വ്യതിയാനവും സാമ്പത്തിക പ്രതിസന്ധിയും മൂലം മറയൂരിലെ നിരവധി കർഷകർ കരിമ്പ് കൃഷി ഉപേക്ഷിച്ചിരുന്നു. പ്രതിസന്ധികളെ അതിജീവിച്ചും കൃഷി ഇറക്കിയവരെയാണ് വേനൽ ചതിച്ചത്. മറയൂരിന്റെ തനത് ഉൽപ്പന്നമായ ശർക്കരയുടെ നിലനിൽപ്പിനായി പ്രത്യേക പായ്ക്കേജ് തയ്യാറാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 22, 29 തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ല. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും കുട്ടികളുടെയും സുരക്ഷയും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തുന്നത്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 22, 29 തീയതികളിൽ നടക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധന അടിമാലി മാർ ബെസേലിയോസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചും മറയൂർ, മൂന്നാർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധന മൂന്നാറിൽ വെച്ചും നടത്തും. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദീപു NK പറഞ്ഞു. സ്കൂൾ കുട്ടികളുടെ സുരക്ഷ മോട്ടോർ വാഹന വകുപ്പ് അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തി വരാറുണ്ട്. ഈ വർഷത്തെ പരിശോധന അടിമാലിയിലെ വാഹനങ്ങൾക്ക് മാർ ബസേലിയോസ് കോളേജിൽ വെച്ച് മെയ് 22 തീയതിയും മൂന്നാർ ഭാഗത്തുള്ള വാഹനങ്ങളിൽ വെച്ച് 29 തീയതി മൂന്നാറിൽ വെച്ചും നടത്തപ്പെടുന്നതാണ്. നമ്മുടെ ദേവികുളം താലൂക്കിലെ എല്ലാ സ്കൂൾ വാഹനങ്ങളും ഇതിനോടകം അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വാഹനം അന്നേ ദിവസം ഹാജരാക്കേണ്ടതാണ്. വാഹനങ്ങൾ ഹാജരാക്കുമ്പോൾ വാഹനത്തിൻ്റെ കാര്യക്ഷമത, ടയറിൻ്റെ കണ്ടീഷൻ, ബ്രേക്ക്, വൈപ്പർ, സീറ്റുകളുടെ കണ്ടീഷൻ, വാഹനങ്ങളുടെ സ്പീഡ് ഗവർണറിൻ്റെ പ്രവർത്തനക്ഷമത, GPS തുടങ്ങിയവയെല്ലാം ഒന്ന് പരിശോധിക്കും. ഈ പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങളെ സർവീസ് നടത്താൻ അനുവദിക്കുന്നതല്ല. അതുമാത്രമല്ല, എല്ലാ സ്കൂളിലും ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കണമെന്ന് നിബന്ധന ഉണ്ട്. ഈ സേഫ്റ്റി ഓഫീസർ ആയിരിക്കും ആ സ്കൂൾ വാഹനങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദി. കുട്ടികൾ വാഹനത്തിൽ കയറുന്നത് മുതൽ സുരക്ഷിതമായി അവരെ തിരിച്ചിറക്കി വീട്ടിലെത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങളിൽ സേഫ്റ്റി ഓഫീസർമാരുടെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകണം.
ഒരു വാഹനത്തിൽ ആയ ഉണ്ടാകണം, അതുകൂടാതെ പരിചയസമ്പന്നനായ ഡ്രൈവർ ഉണ്ടാകണം. ഈ ഡ്രൈവർ മുൻകാലങ്ങളിൽ മറ്റ് കേസുകളിലൊന്നും പെട്ട ആളുമാകരുത്. ഇത്തരം നിബന്ധനകളെല്ലാം തന്നെ അന്ന് പരിശോധിക്കുന്നതാണ്. കൂടാതെ എല്ലാ വർഷവും നമ്മൾ കൊടുക്കാറുള്ളത് പോലെ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു ക്ലാസ്, അതേപോലെ സ്കൂൾ കുട്ടികളുടെ പെരുമാറ്റത്തിനെ കുറിച്ചുള്ള ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ ഒരു ക്ലാസ്സുകളെല്ലാം ഇത് കഴിഞ്ഞ് മറ്റൊരു ദിവസം ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. എല്ലാ സ്കൂളിലെ അധികാരികളും ഈ മെയ് 22-നും അതേപോലെ 29-നും സ്കൂൾ വാഹനങ്ങൾ അയച്ച് പരിശോധിപ്പിക്കേണ്ടത് അത് നിർബന്ധമാണ്. 22-ന് അടിമാലി മേഖലയിലെ വാഹനങ്ങളുടെ പരിശോധനയും 29-ന് മൂന്നാർ, മറയൂർ മേഖലകളിലെ വാഹനങ്ങളുടെ പരിശോധനയുമാണ് നടത്തുന്നത്. വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് യഥാസമയം പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ജില്ലയിലെ മറ്റു മേഖലകളിലും സമാന രീതിയിൽ മോട്ടോർ വാഹന വകുപ്പ് സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തും. അടിമാലി ടൗണിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യമൊഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപടി ആരംഭിച്ചു. നടപടികളുടെ ഭാഗമായി ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്നും പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അടിമാലി ടൗൺ പരിസരത്തെ കൈത്തോടുകളെല്ലാം ചെന്നു ചേരുന്നത് ദേവിയാർ പുഴയിലേക്കാണ്. ഈ കൈത്തോടുകൾ പലതും മാലിന്യം പേറിയാണ് ഒഴുകുന്നത്. അസഹനീയമായ ദുർഗന്ധവും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയുമുണ്ട്. ടൗണിലെ പല വ്യാപാരശാലകളിൽ നിന്നും ഈ കൈത്തോടുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതി വർദ്ധിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത്. ടൗണിലെ ഓടകളിലേക്കും ദേവിയാർ പുഴയിലേക്കും മാലിന്യം ഒഴുക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തുവാൻ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്നും പരിശോധനകളിൽ നിയമവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നിയമ നടപടികളിലേക്ക് പഞ്ചായത്ത് പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ഓടകളിലേക്ക് മാലിന്യവും കക്കൂസ് മാലിന്യങ്ങളും മറ്റ് മലിനജലവും തുറന്നുവിടുന്നതായി ദീർഘനാളായി ഉണ്ടായ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ ചാനലുകളിലും പത്രത്തിലുമൊക്കെ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് പഞ്ചായത്ത് നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ഹെൽത്ത് ജീവനക്കാർ, പഞ്ചായത്ത് ജീവനക്കാർ എല്ലാവരും ചേർന്ന് സംയുക്തമായി ഏതാനും സ്ഥാപനങ്ങൾ പരിശോധിക്കുകയും എടപ്പാട്ട് ടെക്സ്റ്റൈൽസിനോട് തൊട്ട് സമീപമുള്ള ആപ്പിൽ ബോട്ടിക് ഹോട്ടൽ എന്ന് പറയുന്ന ലോഡ്ജിംഗ് സംവിധാനം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും അവരുടെ കക്കൂസ് മാലിന്യങ്ങൾ ഔട്ട്ലെറ്റുകൾ, പൈപ്പുകൾ വെച്ച ഔട്ട്ലെറ്റുകൾ നേരെ ഓടയിലേക്ക് കൊടുക്കുന്നതായി കണ്ടെത്തുകയും അതിനെതിരെ കർശനമായ നടപടിയെടുക്കുന്നതിന് നിർദ്ദേശം നൽകുകയും അവിടുത്തെ ഒരു ജീവനക്കാരൻ നമ്മുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിന് അയാൾക്കെതിരെ കേസെടുക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ കോടതിയും സർക്കാരും പറഞ്ഞിരിക്കുന്ന മാതിരിയുള്ള കർശന നടപടികൾ ഇതിന് മുന്നോട്ട് തുടർന്നുണ്ടാകും. സ്ഥാപനങ്ങൾ പൂർത്തിക്കുകയും കേസുകൾ എടുക്കുകയും ചെയ്യുന്ന കർശന നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ്. സംയുക്തമായി പഞ്ചായത്തിൻ്റെ ഭരണസമിതി, എഞ്ചിനീയറിംഗ് വിഭാഗം, ഹെൽത്ത് വിഭാഗം എല്ലാവരും ചേർന്ന് സംയുക്തമായാണ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കർശനമായ നടപടികൾ ഇതിൻ്റെ പിന്നിലുണ്ടാകും. ഇത്തരം കുറ്റകൃത്യങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് കർശനമായി അറിയിച്ചു. മുമ്പ് പഞ്ചായത്തിന്റെ പരിശോധന ശക്തമായതോടെ ഓടകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ തോതിൽ കുറഞ്ഞിരുന്നു. ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പരാതികൾ വർദ്ധിച്ചിട്ടുള്ളത്. ടൗണിന്റെ പല ഭാഗങ്ങളിലും ഓടകളിൽ നിന്ന് അസഹനീയമായ ദുർഗന്ധം ഉയരുന്ന സ്ഥിതിയുണ്ട്. മാലിന്യം ദേവിയാർ പുഴയിലൂടെയും ഓടകളിലൂടെയും ഒഴുകുന്നത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമെന്ന ആശങ്ക ഉയർന്നതോടെയാണ് പഞ്ചായത്ത് നടപടി കടുപ്പിച്ചിട്ടുള്ളത്. വേനൽ കനത്തോടെ ക്ഷീരകർഷകർക്ക് നിർദ്ദേശങ്ങളുമായി മൃഗസംരക്ഷണ വകുപ്പ്. അതിരൂക്ഷമായ ചൂടും വരണ്ട കാലാവസ്ഥയും മനുഷ്യനേക്കാളും കന്നുകാലികളിലും പക്ഷികളിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്ന സാഹചര്യത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരകർഷകർക്കായി വിവിധ നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത്. ഉയർന്ന ഉൽപാദനശേഷിയുള്ള സങ്കരയിനം ഉരുക്കൾക്ക് പ്രത്യേക പരിപാലനം ആവശ്യമായതിനാൽ ക്ഷീരകർഷകർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. വേനൽക്കനത്ത് പകൽ താപനില ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് മൃഗസംരക്ഷണ വകുപ്പ് ക്ഷീരകർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വച്ചിട്ടുള്ളത്. സൂര്യാഘാത ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വെറ്റിനറി ഡോക്ടറുടെ സഹായം തേടണം. കന്നുകാലികളോ പക്ഷികളോ സൂര്യാഘാതം മൂലം മരണപ്പെട്ടാൽ മൃഗാശുപത്രിയിൽ വിവരമറിയിച്ച വെറ്റിനറി ഡോക്ടർ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷമേ ജഡം മറവ് ചെയ്യാൻ പാടുള്ളൂ. കാലികൾക്ക് ശുദ്ധജലം യഥേഷ്ടം കുടിക്കാൻ നൽകണം. ഖരാഹാരം രാവിലെയും വൈകുന്നേരവുമായി പരിമിതപ്പെടുത്തുക. പച്ചപ്പുല്ല് കുറവാണെങ്കിൽ പച്ചിലകൾ, ഈർക്കിൽ കളഞ്ഞ് മുറിച്ച ഓല എന്നിവ നൽകാം. വേനൽക്കാല ഭക്ഷണത്തിൽ ഊർജ്ജദായകമായ കൊഴുപ്പിന്റെയും മാംസത്തിന്റെയും അളവ് കൂട്ടുന്നതിന് പരുത്തിക്കുരു,
സോയാബീൻ എന്നിവ തീറ്റയിൽ ഉൾപ്പെടുത്തണം. ധാതു ലവണങ്ങളും വിറ്റാമിൻ മിശ്രിതവും നൽകണം. വൈക്കോൽ തീറ്റയായി നൽകുന്നത് രാത്രികാലങ്ങളിൽ മാത്രമാക്കണം. വെയിലത്ത് കാലികളെ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടുകയോ മേയാൻ വിടുകയോ ചെയ്യരുത്. നല്ല തണലുള്ള സ്ഥലത്ത് മാത്രം നിർത്തണം. കൃത്രിമ ബീജദാനത്തിന് മുൻപും ശേഷവും ഉരുക്കളെ തണലിൽ നിർത്തുക. മേൽക്കൂരയ്ക്ക് മുകളിൽ ചാക്ക്, വൈക്കോൽ എന്നിവ നിരത്തി വെള്ളം തളിക്കുന്നത് ചൂട് കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും 1-2 തവണയെങ്കിലും പശുക്കളെ കുളിപ്പിക്കണം. തൊഴുത്തിൽ വായു സഞ്ചാരം സുഗമമാക്കുന്നതിന് വശങ്ങൾ മറച്ചുകെട്ടാതെ തുറന്നിടണം. വളർത്തുമൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷൻ വെയിലിന്റെ തീവ്രത കുറഞ്ഞ രാവിലെയും വൈകുന്നേരവുമായി പരിമിതപ്പെടുത്തുക. അമിതമായ ഉമിനീരൊലിപ്പിക്കൽ, തളർച്ച, പൊള്ളൽ തുടങ്ങിയ സൂര്യാഘാതത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി ചികിത്സ തേടുക തുടങ്ങി വിവിധ നിർദ്ദേശങ്ങളാണ് മൃഗസംരക്ഷണ വകുപ്പ് മുമ്പോട്ട് വച്ചിട്ടുള്ളത്. ഇനി HCN വാർത്താ പരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന. കട്ടപ്പനയിലെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ബൈപ്പാസ് റോഡുകളുടെ ഉപയോഗം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് ആവശ്യം. കാൽനട യാത്രക്കാർക്ക് പരിഗണന നൽകുന്നതിനായി കൃത്യമായ നടപ്പാതകൾ സജ്ജമാക്കണം. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉൾപ്പെടെയുള്ളവയുടെ സേവനം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും വേണമെന്ന് നഗരസഭാ കൗൺസിലർ സിജോമോൻ ജോസ് പറഞ്ഞു. കട്ടപ്പനയെ പ്രതിസന്ധിയിലാക്കുന്ന ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ അടിയന്തര നടപടിയാണ് ഉണ്ടാകേണ്ടത്. നഗരത്തിന് ചുറ്റുമായി കിടക്കുന്ന ബൈറോഡുകൾ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് ഉയർന്നുവരുന്ന ആവശ്യം. ബൈപ്പാസ് റോഡുകൾ ഉപയോഗിക്കുക വഴി ടൗണിലെ ഗതാഗത തടസ്സത്തിന് വലിയ പരിഹാരമാണ് ഉണ്ടാക്കാൻ സാധിക്കുക. ഇതിനായി നഗരസഭയുടെയും വ്യാപാരി സംഘടനകളുടെയും ടാക്സി സംഘടനകളുടെയും അടക്കം സേവനങ്ങളും ഇടപെടലും ഉണ്ടാകണം. ഗതാഗതക്കുരുക്കിൽപ്പെടാതെ ആളുകളെ ബൈപ്പാസ് റോഡുകൾ ഉപയോഗിപ്പിക്കാൻ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ സന്നദ്ധ സേവകരുടെ ബോധവൽക്കരണവും ആളുകളിൽ എത്തണം. ഗതാഗതക്കുരുക്കിൽ വാഹനയാത്രികർക്ക് പുറമെ കാൽനട യാത്രികരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. ഇവരെ കൂടി പരിഗണിച്ച് ഗതാഗത പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് നഗരസഭാ കൗൺസിലർ സിജോമോൻ ജോസ് പറഞ്ഞു. കട്ടപ്പനയിലെ ഗതാഗത പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് HCN നടത്തുന്ന വാർത്താ സെഗ്മെൻറ്റിൽ കട്ടപ്പന മുനിസിപ്പൽ കൗൺസിലർ എന്ന രീതിയിലും വ്യാപാരി വ്യവസായിയുടെ ഒരു പ്രതിനിധി എന്ന രീതിയിലും പറയാനുള്ളത്, നമ്മളുടെ ലിങ്ക് റോഡുകൾ, ബൈപ്പാസ് റോഡുകൾ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ഗതാഗത പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും. വലിയ വാഹനങ്ങൾ കട്ടപ്പന ടൗണിൽ ഇടുക്കിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുമ്പളിക്കും നെടുങ്കണ്ടത്തിനും പോകാനുള്ളത് വെള്ളയാങ്കുടിയിൽ നിന്ന് നമ്മുടെ ബൈപ്പാസ് റോഡ് വഴി ഇടശ്ശേരി ജംഗ്ഷനിലും അതോടൊപ്പം തന്നെ SN ജംഗ്ഷൻ വഴി നെടുങ്കണ്ടം പോകാനുള്ളത് അപ്പാപ്പമ്പടി റോഡിലോ അല്ലെങ്കിൽ കൊച്ചുതവാള വഴിക്കോ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. കൂടാതെ കോട്ടയം ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ നമുക്ക് സ്കൂൾ കവല, പാറക്കടവ് ബൈപ്പാസുകൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുമളിയിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണെങ്കിലും നെടുങ്കണ്ടത്തു നിന്ന് വരുന്ന വാഹനങ്ങളാണെങ്കിലും കോട്ടയത്തിന് പോകാനുള്ളത് നമ്മുടെ പാറക്കടവിൽ നിന്നുള്ള ബൈപ്പാസ് വഴി സ്കൂൾ കവലയിലേക്ക് പോകുവാനായിട്ട് സാധിക്കും. കൂടാതെ തന്നെ ഇടുക്കിയിൽ നിന്ന് വരുന്ന കോട്ടയം പോകാനുള്ള വാഹനങ്ങൾ നമുക്ക് വെള്ളയാങ്കുടിയിൽ നിന്ന് ITA വഴിയായിട്ട് പോകാനുള്ള ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ കുറയും. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഗതാഗത സംവിധാനം നമ്മുടെ പോലീസും മുനിസിപ്പാലിറ്റിയും വ്യാപാരി വ്യവസായ പ്രതിനിധികളും ടാക്സി ഇതര സംഘടനകളുമായിട്ടൊക്കെ ചേർന്ന് വളരെ നല്ല രീതിയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതാത് പോയിന്റുകളിൽ കൃത്യമായിട്ടുള്ള ട്രാഫിക്കിൻ്റെ പോലീസ് ഉൾപ്പെടെയുള്ളവരുടെ സേവനങ്ങൾ ഇത് നടത്തുന്ന സമയങ്ങളിൽ നമ്മുടെ NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ സംഘടനകളുടെ സേവനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി വളരെ കൃത്യമായിട്ട് എല്ലാ പോയിന്റുകളിലും 2-3 പേരെ ക്രമീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് നേരിടുവാനായിട്ട് സാധിക്കും. കൂടാതെ കട്ടപ്പന ടൗണിലേക്കുള്ള ചെറിയ റോഡുകൾ, അതിലേക്കുള്ള പ്രവേശനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓസാനത്തിൽ നിന്ന് വരുന്ന ബൈപ്പാസ് റോഡിൽ നിന്ന് വരുന്ന ക്രമീകരണം അത് 1 വേ സിസ്റ്റത്തിലൂടെ ആക്കുകയും ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇടുക്കി കവലയിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന പലപ്പോഴും അതുവഴിയായിട്ടാണ്. പാറക്കടവ് ബൈപ്പാസ്, സ്കൂൾ കവല, പള്ളിക്കവല ബൈപ്പാസ്, വെള്ളയാങ്കുടി പള്ളിക്കവല റോഡ്, KSRTC ജംഗ്ഷൻ, പേഴുങ്കവല SN ജംഗ്ഷൻ റോഡ്, ഇടശ്ശേരി ജംഗ്ഷൻ, SN ജംഗ്ഷൻ,
നത്തുകൽ റോഡ്, കട്ടപ്പന ബൈപ്പാസ് തുടങ്ങി ഒട്ടനവധി ചെറുതും വലുതുമായ ബൈപ്പാസ് റോഡുകളും അല്ലാത്തവയും കട്ടപ്പന നഗരത്തിന്റെ വിവിധയിടങ്ങളിലുണ്ട്. എന്നാൽ ഇവയൊന്നും ആളുകൾ വേണ്ട വിധം ഉപയോഗിക്കുന്നില്ല. ഒപ്പം റോഡുകളുടെ അവികസനം ആളുകളെ ഇതുവഴി യാത്ര ചെയ്യാൻ പിന്തിരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ടൗണിലേക്ക് കൂടുതൽ വാഹനങ്ങൾ എത്തുകയും ഗതാഗത തടസ്സം ഉടലെടുക്കുകയും ചെയ്യും. ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗത തടസ്സത്തിന് അടിയന്തര പ്രാധാന്യം നൽകി പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ബൈപ്പാസ് റോഡുകൾ ആളുകളെ കൊണ്ട് ഉപയോഗിപ്പിക്കുകയും ടൗൺ മേഖലകളിൽ കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സംവിധാനം ഒരുക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. സേനാപതി കാന്തിപ്പാറയിൽ ഗൃഹനാഥൻ മരത്തിൽ നിന്നും വീണു മരിച്ചു. കാന്തിപ്പാറ മംഗലത്ത് സജീഷാണ് മരിച്ചത്. കൃഷിയിടത്തിലെ പ്ലാവിൽ നിന്നും വീണാണ് അപകടം സംഭവിച്ചത്. രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരിച്ചിരുന്നു. തോട്ടി ഉപയോഗിച്ച് ചക്ക വിളവെടുക്കുന്നതിനിടയിൽ ചക്ക ദേഹത്തേക്ക് വീണാണ് അപകടം പറ്റിയതെന്നാണ് പ്രാഥമിക നിഗമനം. ഉടുമ്പൻചോല പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. തങ്കമണിയിലാണ് അപകടം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ തോപ്രാംകുടി മേരിഗിരി സ്വദേശികളായ 3 പേരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേരിഗിരി സ്വദേശി തുണ്ടിയിൽ സോജൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്നാണ് ഇയാളെയുമായി മറ്റുള്ളവർ ആശുപത്രിയിലേക്ക് പോയത്. തങ്കമണിയിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമായ ഓൾട്ടോ കാർ റോഡിന് വശത്തെ വീടിന്റെ മതിലിൽ ഇടിക്കുകയായിരുന്നു. വാഹനം ഓടിച്ചിരുന്ന കളപ്പുരയ്ക്കൽ നിഖിൽ, സിജോ കണിയാമ്പറമ്പിൽ, തുണ്ടിയിൽ ബിബിൻ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സോജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം തങ്കമണിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കാമാക്ഷി ഉദയഗിരി കൈരളി ജംഗ്ഷന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ കൗമാരക്കാരായ 2 പേർക്ക് പരിക്ക്. പുഷ്പഗിരി ഭാഗത്തു നിന്നും ഉദയഗിരിയിലേക്ക് വന്ന സ്കൂട്ടറും ഉദയഗിരിയിൽ നിന്നും കട്ടപ്പനയ്ക്ക് പോവുകയായിരുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ടെമ്പോ ട്രാവലറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. പുഷ്പഗിരി ഭാഗത്തു നിന്നും ഉദയഗിരിയിലേക്ക് വന്ന സ്കൂട്ടറും ഉദയഗിരിയിൽ നിന്ന് കട്ടപ്പനയിലേക്ക് പോവുകയായിരുന്ന കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ടെമ്പോ ട്രാവലറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രികരായ ഷാരോൺ, വൈഗ എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. അപകടം നടന്ന സ്ഥലത്ത് ചെറുതും വലുതുമായ നിരവധി വാഹനാപകടങ്ങൾ പതിവാണെന്നും റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു. ഈ അപകടം നടക്കുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ അലൈൻമെൻറ്റിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ റോഡ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് മിക്കപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഓടി വന്ന് ഇവിടെ നിന്ന് അവർക്ക് വെള്ളം കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അപകടം നടക്കുന്നതുകൊണ്ട് ഇത് അധികാരികൾ ഇവിടെ വന്ന് ഇതൊന്ന് ശ്രദ്ധിച്ച് ഈ റോഡിന് എന്താണ് പോരായ്മ അതൊന്ന് നോക്കി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. പരിക്കേറ്റവരെ തങ്കമണി സഹകരണ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തങ്കമണി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുമളി 1-ാം മൈലിനും 10 മുറിക്കും ഇടയ്ക്ക് ലോറിയും കാറും കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല. അപകടത്തിൽ കാറിന്റെ മുൻവശവും ലോറിയുടെ ഒരു ഭാഗവും പൂർണ്ണമായും തകർന്നു. കുമളി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കനത്ത മഴയിൽ കട്ടപ്പന ചപ്പാത്ത് മലയോര ഹൈവേയുടെ പണികൾ നടക്കുന്ന കാഞ്ചിയാർ പെരിയോൻ കവലയിൽ റോഡിന്റെ ഒരു ഭാഗത്തെ ടാറിംഗ് ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നു. ആദ്യഘട്ട ടാറിംഗ് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളാകുന്നതിനു മുമ്പാണ് റോഡിന്റെ ഒരു ഭാഗത്ത് വിള്ളലുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന കട്ടപ്പന ചപ്പാത്ത് പാതയിലാണ് കാഞ്ചിയാർ പെരിയോൻ കവലയ്ക്ക് സമീപം റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നത്. മഴവെള്ളം കെട്ടിക്കിടന്നതാണ് റോഡിൽ വിള്ളലുകൾ രൂപപ്പെടാൻ കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. കൂടാതെ സ്വരാജ് ടൗണിന് സമീപത്തെ വളവിൽ ടാറിങ്ങിന്റെ ഫലഭാഗത്തും വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ടാറിങ്ങിൽ വിള്ളലുകൾ വീണത് റോഡ് നിർമ്മാണത്തിലെ അപാകതയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. വിള്ളലുകൾ ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിൽ ടാറിംഗ് ഇളക്കി മക്കിട്ടുറപ്പിച്ച ശേഷം അറ്റകുറ്റപ്പണികൾ നടത്തി. ജലജീവൻ മിഷന്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി കുഴികൾ എടുത്തിട്ട് യഥാസമയം മണ്ണിട്ട് നികത്താത്തതാണ് റോഡിന്റെ ഒരു ഭാഗം വീഴാൻ കാരണമെന്ന് നിർമ്മാണ കരാറുകാർ അറിയിച്ചു. വേനൽ രൂക്ഷമായി കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുമ്പോഴും കൊട്ടാരക്കര ഡിണ്ടുക്കൽ ദേശീയപാതയോരത്ത് കുടിവെള്ളം പാഴാക്കി വാട്ടർ അതോറിറ്റി. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന് സമീപമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈനിലെ കേടുപാടുകൾ മൂലം കുടിവെള്ളം പാഴാകുന്നത്. വണ്ടിപ്പെരിയാർ പഴയ പാലത്തിന് സമീപമുള്ള വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനിലെ കേടുപാടുകൾ മൂലമാണ് കുടിവെള്ളം പാഴാകുന്നത്. ഇത്രയധികം കുടിവെള്ളം പാഴായിട്ടും പൈപ്പ് ലൈനിലെ തകരാർ പരിഹരിക്കാത്ത വാട്ടർ അതോറിറ്റിയുടെ സമീപനത്തിനെതിരെ ജനങ്ങൾ രോഷാകുലരാണ്.
കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി വണ്ടിപ്പെരിയാർ മേഖലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വേനൽമഴ ലഭിച്ചെങ്കിലും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായിട്ടില്ല. ഇതിനിടെ കുടിവെള്ളം പാഴാക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം എത്തിച്ചു നൽകുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും 1000 രൂപ നിരക്കിൽ കുടിവെള്ളം വാങ്ങുന്ന ആളുകളുമുണ്ട്. പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച് പരാതികൾ അധികൃതരെ അറിയിക്കുമ്പോഴും കരാറുകാരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. ഉപ്പുതറ മുസ്ലിം പള്ളിക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തി വാട്ടർ അതോറിറ്റി. ദിവസങ്ങളായി പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഉപ്പുതറ മുസ്ലിം പള്ളിക്ക് സമീപം സാമൂഹിക വിരുദ്ധർ വാട്ടർ അതോറിറ്റിയുടെ ടാപ്പ് നശിപ്പിച്ചത്. ഇതേ തുടർന്ന് ദിവസങ്ങളോളം ജലം പാഴാകുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. ജനപ്രതിനിധികൾ ഉൾപ്പെടെ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇത് HCN റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. ഏതായാലും അടിയന്തരമായി നമുക്ക് ഈ വാർത്ത വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നമുക്ക് പൈപ്പ് ക്ലിയറാക്കുകയും കുടിവെള്ളം പാഴാകുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം അടിച്ചു കയറ്റുമ്പോൾ അതിന് 1000കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇതുപോലെ പാഴായി പോകുന്നത്. ആ കുടിവെള്ളം നമുക്കിപ്പോൾ പാഴാകാത്ത രീതിയിൽ എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഈ വെള്ളത്തിൻ്റെ പോലും pH പരിശോധന പോലും കൃത്യമായി നടക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം ഇപ്പോൾ മലിനജലമാണ് ഒഴുകിച്ചെല്ലുന്നത്. ഈ ഒഴുകിച്ചെല്ലുന്ന മലിനജലമാണ് ഇപ്പോൾ പമ്പ് ചെയ്ത് കയറ്റുന്നത്. ആവശ്യമായ രീതിയിലുള്ള അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി അത് അണുവിമുക്തമാക്കിയില്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലെ ഉള്ള കോളറ പോലുള്ള പല രോഗങ്ങളും വെള്ളത്തിലൂടെ പടരാനുള്ള സാധ്യതയുണ്ട്. അതും പ്രത്യേകമായി ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയുന്നത്. കുറച്ച് ദിവസമായി മേഖലയിൽ മഴ പെയ്യുന്നത് മൂലം പൈപ്പിലൂടെ ലഭിക്കുന്നത് മലിനജലമാണെന്നും ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദ എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗവും യാത്രയയപ്പ് സമ്മേളനവും കട്ടപ്പനയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 54ാമത് വാർഷിക പൊതുയോഗവും യാത്രയയപ്പ് സമ്മേളനവുമാണ് കട്ടപ്പനയിൽ നടന്നത്. 140 കോടി രൂപയുടെ ആസ്തിയോടും ക്ലാസ് 1 സൂപ്പർ ഗ്രേഡായും പ്രവർത്തിക്കുന്ന സൊസൈറ്റി സഹകരണ മേഖലയുടെയും എയ്ഡഡ് സ്കൂളുകളുടെയും തിലകക്കുറിയായി മാറിയിരിക്കുകയാണ്. വായ്പകൾ 8.4% പലിശയ്ക്ക് നൽകി കൃത്യമായി വായ്പ തിരികെ അടയ്ക്കുന്ന അംഗങ്ങൾക്ക് 85% റിബേറ്റ് നൽകുന്നത് മാതൃകാപരമാണ്. വാർഷിക പൊതുയോഗത്തിന് ശേഷം നടന്ന യാത്രയയപ്പ് സമ്മേളനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇപ്പോഴ് ഞാൻ പറയുന്നു അധ്യാപകർക്ക് അടിക്കാനൊന്നും പറ്റത്തില്ല. അടിച്ചാലപ്പോൾ ആദ്യം കേസായിട്ട് ഇറങ്ങുന്നത് സ്വന്തം മാതാപിതാക്കളാണ്. എനിക്ക് മാതാപിതാക്കളുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നമ്മളെല്ലാവരും മാതാപിതാക്കളാണെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, എന്റെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വന്നത് അടിച്ചു തന്നെയാണ്. ഞാൻ സ്കൂളിൽ MPTA മെമ്പറായിട്ടും PTA മെമ്പറായിട്ടും എല്ലാം സ്കൂളിൽ കടന്നു ചെല്ലുന്നുണ്ട്. അപ്പൊ അധ്യാപകരോട് ഞാൻ പറയും, ടീച്ചറെ എന്റെ കുട്ടിയെ അടിച്ചു തന്നെ വേണം പഠിപ്പിക്കാന്. കാരണം എന്താണെന്ന് ചോദിച്ചാല് വീട്ടിൽ കിട്ടുന്ന ശിക്ഷണം പോലെ തന്നെ സ്കൂളിലും ശിക്ഷണം കിട്ടിയെങ്കിൽ മാത്രമേ നല്ല കുട്ടികളായി അവർ വളർന്നു വരത്തുള്ളൂ. വീടിനും നാടിനും നന്മയുള്ള കുട്ടികളായി വളർന്നു വരണമെങ്കിൽ അധ്യാപകരെ നിങ്ങൾ തല്ലി വളർത്തിയെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ വളർന്നു വരത്തുള്ളൂ. തുടർന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും അവാർഡ് ജേതാക്കളായ അധ്യാപകരെയും ആദരിച്ചു. സൊസൈറ്റിയുടെ നീതി പേപ്പർ മാർട്ട് സ്വന്തമായി നിർമ്മിച്ച് പുറത്തിറക്കിയ സ്പാർക്ക് നോട്ട്ബുക്കിന്റെ ഡിസൈനിംഗ് വർക്കുകൾ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി. സൊസൈറ്റിയുടെ വളർച്ചയിൽ മുഖ്യ പങ്കുവഹിച്ച മുൻ പ്രസിഡന്റ് VD എബ്രഹാമിന്റെ ഫോട്ടോ അനാച്ഛാദനവും നഗരസഭ ചെയർപേഴ്സൺ നിർവഹിച്ചു. വാർഷിക യോഗത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ജോർജ് കുട്ടി MV അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ഷെർലി കെ പോൾ, ഡയറക്ടർമാരായ സിബിച്ചൻ തോമസ്, സാബു കുര്യൻ, ദീപു ജേക്കബ്, സെക്രട്ടറി എബ്രഹാം ഡൊമിനിക് തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടയാർ ശ്രുതിലയ മ്യൂസിക് സ്കൂളിന്റെ 5ാമത് വാർഷികം ഞായറാഴ്ച വൈകിട്ട് 5-ന് നടക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ഇരട്ടിയാർ വനിതാ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് ശ്രുതിലയ മ്യൂസിക് സ്കൂളിന്റെ 5ാമത് വാർഷികം നടക്കുന്നത്. കോവിഡ് കാലത്ത് കുറച്ചു കാലം അടച്ചിടേണ്ടി വന്നെങ്കിലും പിന്നീട് കുട്ടികളുടെ അഡ്മിഷൻ കൂടുതലുണ്ടായി. എല്ലാ വർഷവും വിജയദശമി നാളിൽ പുതിയതായി കുറേ കുട്ടികൾ അഡ്മിഷൻ എടുക്കാറുണ്ട്. മധ്യവേനൽ അവധിക്കാലത്തും ഈ വർഷം 10-25 കുട്ടികൾക്കും പുതിയതായി അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ജില്ലയുടെ പല ഭാഗത്തുനിന്നും കുമളി, അടിമാലി എന്ന് വേണം മുണ്ടക്കത്ത് വരെ ചില പ്രത്യേക വിഷയങ്ങളിൽ താല്പര്യമുള്ള കുട്ടികൾ എല്ലാം തന്നെ ക്വാളിഫൈഡായിട്ടുള്ള അധ്യാപകരാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഇപ്പം ഞങ്ങളൊരു ഗാനമേള ട്രൂപ്പ് കൂടെ അതിന് ഫോം ചെയ്തിട്ടുണ്ട്. ഈ വാർഷികാഘോഷ ദിനത്തിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടെ നടത്തുകയാണ്. അതുകൂടാതെ നാടൻപാട്ടിൻ്റെ ഒരു ട്രൂപ്പ്, ഓർക്കസ്ട്ര, വയലിൻ ഫ്യൂഷൻ എന്ന് വേണ്ട നമുക്കൊരു ഉത്സവവേളകളിലോ കല്യാണവേളകളിലോ പിറന്നാൾ ഇതുപോലെ പൊതുചടങ്ങളിൽ കുട്ടികളുടെ തന്നെ ഒരു പരിപാടി, ഒരു പ്രോഗ്രാം നടത്താനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങളിപ്പം ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് മിതമായൊരു ഫീസ് വാങ്ങിക്കൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാര പാവപ്പെട്ട കുട്ടികൾക്കും അവരുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് വന്ന് പഠിക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. എല്ലാ മാസവും ലാസ്റ്റ് ഞായറാഴ്ച PTA കൂടാറുണ്ട്. പറഞ്ഞ മാറ്റങ്ങൾ വരുത്തുകയും പേരൻസിൻ്റെ ഒരു നിർദ്ദേശം കൂടെ പരിഗണിച്ചാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി അധ്യക്ഷത വഹിക്കും. കേരള ആർട്ട് ഡയറക്ടർ ബാബു സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തും. കുട്ടികളുടെ കർണാടക സംഗീതം, ഉപകരണ സംഗീതം, നാടൻപാട്ട്, ഗാനമേള തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ PN സുരേന്ദ്രൻ, സജി ജോസഫ്, ജിജോസ് കറിയ, സിബി കന്നാരിൽ, കിസൽ ജിജോ എന്നിവർ പങ്കെടുത്തു. കാഞ്ചാർ മുത്തിയമ്പലത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി പ്രതിഷ്ഠാ കലശവും നവകാഭിഷേകവും പൊങ്കാലയും നടന്നു. ക്ഷേത്രം തന്ത്രി മുഖ്യൻ അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി പ്രതിഷ്ഠാ കലശവും നവാഭിഷേകവും നടന്നു. തുടർന്ന് മുത്തിയമ്മയ്ക്ക് പൊങ്കാലയും 12 പാത്രം വലിയ ഗുരുതിയും ഉമാമഹേശ്വരന് മഹാമൃത്യുഞ്ജയ ഹോമവും നടന്നു. ക്ഷേത്രം തന്ത്രി മുഖ്യൻ അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. പൊങ്കാല എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ മനസ്സിലെ സങ്കടങ്ങളും വേദനകളും നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അത് വളരെ ശ്രേഷ്ഠമായ ഒരു ചടങ്ങാണ്. ഭക്തർക്ക് വളരെ സായുജ്യം നൽകുന്ന ആ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ ചടങ്ങ് അവസാനിക്കും. തുടർന്ന് വൈകുന്നേരം വേടുങ്കണ്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദേവീക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയുണ്ട്. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വരുന്ന ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി കോവിൽമല രാജാവ് രാമൻ രാജമനാന് സ്വീകരണം നൽകി. പൊങ്കാലയ്ക്ക് മുന്നോടിയായി നടന്ന ഭദ്രദീപ പ്രകാശനം കോവിൽമല രാജാവും ക്ഷേത്രം തന്ത്രിയും ക്ഷേത്രം മേൽശാന്തിയും മറ്റ് ഭാരവാഹികളും ചേർന്ന് നിർവഹിച്ചു. രാജമാത അമ്മിണി കുട്ടപ്പൻ മാമൂട്ടിൽ മുത്തിയമ്മയുടെ ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നു. തുടർന്ന് പൊങ്കാല അർപ്പണം നടന്നു. പേഴുങ്കണ്ടം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും മുത്തിയമ്പലത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്രയും നടന്നു. അടിമാലി പഴമ്പള്ളിച്ചാൽ മേഖലയിൽ മൊബൈൽ കവറേജിന്റെ അപര്യാപ്തത പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശത്ത് ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിന് മതിയായ സൗകര്യമില്ലാത്തത് വെല്ലുവിളിയാകുന്നുണ്ട്. പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള BSNL മൊബൈൽ ടവർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. മൊബൈൽ നെറ്റ്വർക്ക് കവറേജ് വേണ്ടവിധം ഇല്ലാത്തതിനെ തുടർന്ന് പ്രയാസം അനുഭവിക്കുന്ന ദേവികുളം താലൂക്കിലെ വിവിധ പ്രദേശങ്ങളിലൊന്നാണ് പഴമ്പള്ളിച്ചാൽ. നിരവധിയായ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസിച്ചു വരുന്നുണ്ട്. വിവിധങ്ങളായ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. മൊബൈൽ കവറേജിന്റെ മതിയാംവിധമുള്ള ലഭ്യതക്കുറവ് പരസ്പരമുള്ള ആശയവിനിമയത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള മൊബൈൽ ടവർ എത്രയും വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമ ഫലമായിട്ട് പഴമ്പള്ളിച്ചാൽ പ്രദേശത്തിന് ഒരു BSNLന്റെ ടവർ അനുവദിച്ചു. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. അവസാനമായിട്ട് ഇവിടെ ഫൈബർ കേബിൾ വലിക്കണമായിരുന്നു. അതിന് റോഡ് സൈഡിൽ വലിക്കണമെങ്കിൽ അതിന് നിയമപരമായ തടസ്സവും താമസവും ഉള്ളതിനാൽ ഇലക്ട്രിക് പോസ്റ്റ് വഴി ഫൈബർ കേബിൾ വലിച്ച് അതും സജ്ജമാക്കി എന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങളായിട്ട് നമുക്ക് ഫോൺ സൗകര്യങ്ങളില്ല. പ്രത്യേകിച്ച് ഇവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കാട്ടുമൃഗങ്ങൾ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും അതുപോലൊരു വാഹനാപകടം ഉണ്ടായാൽ അത് ബന്ധപ്പെട്ട ഒരു ആംബുലൻസ് വിളിക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിനൊന്നും യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല.
ഫോൺ ഇന്ന് നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യമായൊരു ഘടകമാണല്ലോ. അപ്പോൾ അതിനുള്ള സൗകര്യമില്ലാത്ത ഈ നാട്ടിൽ ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമപരമായി അനുവദിച്ച ഈ ടവർ എത്രയും വേഗം ഞങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഓപ്പൺ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഈ കാര്യം ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിവേദനത്തിലൂടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ നെറ്റ്വർക്കിന്റെ കുറവ് പ്രദേശത്തെ ഇന്റർനെറ്റ് ലഭ്യതയുടെ കാര്യത്തിൽ പിറകോട്ടാക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്കും മറ്റും പ്രതിസന്ധിയാകുന്നുണ്ട്. കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് പഴമ്പള്ളിച്ചാൽ. ആവശ്യഘട്ടത്തിൽ ആളുകൾക്ക് പരസ്പരം ആശയവിനിമയത്തിനും ഇപ്പോഴത്തെ സാഹചര്യം വെല്ലുവിളിയാകുന്നു. ഏറ്റവും അടിയന്തര ഘട്ടത്തിൽ ടാക്സി വാഹനങ്ങൾ വിളിക്കുന്നതിനും മൊബൈൽ കവറേജിന്റെ കുറവ് വിലങ്ങുന്നടിയാകുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഉപ്പുതറ 9 ഏക്കർ ജംഗ്ഷനിലേക്ക് തിരിയുന്ന ഭാഗത്തെ ഓടയുടെ സ്ലാബ് തകർന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റി സ്ഥാപിക്കാൻ നടപടിയില്ല. നൂറുകണക്കിന് കാൽനട യാത്രക്കാരാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. കൂടാതെ കുഴിയറിയാതെ ബൈക്ക് യാത്രികർ ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. ഉപ്പുതറ 9 ഏക്കർ ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിലാണ് സ്ലാബ് തകർന്നു കിടക്കുന്നത്. ദിവസങ്ങളായി തകർന്നു കിടക്കുന്ന സ്ലാബ് മാറ്റി സ്ഥാപിക്കാൻ യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. നൂറുകണക്കിന് കാൽനട യാത്രക്കാരാണ് ദിവസവും ഇതുവഴി കടന്നു പോകുന്നത്. ഈ ഭാഗത്തെ ഓടുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകൾ പലതും വിലക്ഷയം ചെന്നതും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ചതുമാണ്. ഇവിടെ ഈ വഴി ഇങ്ങനെ കുഴിയായിട്ട് കിടന്നാൽ വലിയ അപകടമാണ്. ഈ അപകടം പലരും ഇതിനകത്ത് വീണിട്ടുണ്ട്, ഞാനും വീണിട്ടുണ്ട്. അപ്പോൾ പലവിധ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നദിക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെയെല്ലാം ഭയങ്കര പ്രശ്നമാണ്. ഈ കുഴിയെല്ലാം നീട്ടിയുണ്ട്. ഈ സ്ലാബ് 3-4 സ്ലാബുണ്ട്, അതെല്ലാം തകർന്ന് കിടക്കുക. ഇതിനൊരു പരിഹാരം ഉണ്ടായേ ഒക്കുള്ളൂ. പൊതുജനങ്ങളുടെ മൊത്തം ആവശ്യമാണ്. സ്കൂളുകൾ ഉൾപ്പെടെ തുറക്കാനിരിക്കെ തകർന്ന സ്ലാബുകൾ പുനഃസ്ഥാപിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു. സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് നഴ്സിംഗ് സർവീസ് മാനുവൽ പ്രകാശനവും നടന്നു. അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തോടനുബന്ധിച്ചാണ് സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വർഷത്തെ നഴ്സസ് ദിനാഘോഷ പരിപാടി വിപുലമായ രീതിയിലാണ് സംഘടിപ്പിച്ചത്. നഴ്സസ് ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഞായറാഴ്ച കട്ടപ്പനയിൽ നടക്കും. ഇതിനു മുന്നോടിയായി സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ കലാപരിപാടികളും നടന്നു. നഴ്സുമാരുടെ സേവനത്തെ ജനങ്ങളിൽ എത്തിക്കുകയാണ് നഴ്സസ് ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. നമ്മുടെ നഴ്സ് നമ്മുടെ ജീവിതം എന്ന വാക്യമാണ് മാനവരാശിക്ക് മുന്നിൽ ഈ നഴ്സ് ദിനത്തിൽ വെക്കുന്നത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടി ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. നേഴ്സിങ്ങിനോടുള്ള താല്പര്യം കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നേഴ്സിംഗ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നേഴ്സിംഗിന് വേണ്ടിയിട്ട് ഇത്രയും നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് ഇപ്പോഴത്തെ കാലത്ത് നേഴ്സിംഗ് ആണ്. ഈ ജോലി സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തേക്കും കുടിയേറിക്കൊണ്ട് നമ്മുടെ ജീവിതം ശോഭനമാക്കുക, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള ലേണിംഗ് സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേഴ്സിംഗ് അഡ്മിഷൻ എടുക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് സർവീസ് മാനുവൽ യോഗത്തിൽ വെച്ച് പ്രകാശനം ചെയ്തു. യോഗത്തിൽ നഴ്സിംഗ് സർവീസ് ഡയറക്ടർ സിസ്റ്റർ അൽഫോൻസ, കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി ജേക്കബ്, ബ്രദർ സിബി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ 1981-83 വർഷം PDC പഠിച്ച സഹപാഠികളുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടത്തിന്റെ 4ാമത് സംഗമം നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കണ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചങ്ങാതിക്കൂട്ടത്തിന്റെ 4ാമത് സംഗമം നടന്നത്. സെക്രട്ടറി സണ്ണി മൂഴയിൽ റിപ്പോർട്ടും ഖജാഞ്ചി ജോസ് കൊല്ലംകുടിയിൽ വാർഷിക കണക്കും അവതരിപ്പിച്ചു. മനോഹരൻ KG അധ്യക്ഷതയിൽ ചേർന്ന യോഗം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്ത് മികവ് തെളിയിച്ച VB രാജൻ, KR രാജേന്ദ്രൻ, മുൻ സൈനികരായ ശ്രീനിവാസൻ PB, ടോമി ജോസഫ്, സുരേഷ് കുമാർ ദാസ്, വാട്സാപ്പ് പ്രവർത്തനങ്ങളിലെ സജീവ സാന്നിധ്യമായ സ്റ്റീഫൻ MJ എന്നിവരെ ആദരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി കോളേജ് ലൈബ്രറിയിലേക്ക് ആവശ്യമായ അലമാരിയും വാങ്ങി നൽകി. കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ 1981-83 കാലഘട്ടത്തിൽ പഠിച്ച സഹപാഠികളുടെ ഒരു കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം എന്നുള്ള പേരിലുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങളിവിടെ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. അന്നത്തെ ഗവൺമെൻറ് കോളേജ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ ഒരു ഷീറ്റിട്ട അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഷീറ്റും ചാണകത്തറയും ഒക്കെ ആയിരുന്ന ഒരു ഗവൺമെൻറ് കോളേജ് ഇന്നിത്രയും പടർന്ന് പന്തലിച്ച വിപുലമായ സംവിധാനത്തോടുകൂടി ആയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ കണ്ണൻ സാർ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാം സജീവമായ സഹകരണം ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഈ വർഷം അതിൻ്റെ എല്ലാം നന്ദി സൂചകമായിട്ട് ഈ കോളേജിനൊരു ലൈബ്രറിയിലേക്ക് ഒരു അലമാര ഞങ്ങളുടെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ വകയായിട്ട് ഇന്നിപ്പോൾ നൽകപ്പെട്ടിട്ടുണ്ട്. സംഗമത്തിൽ രക്ഷാധികാരി തോമസ് കുര്യൻ, കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജോയിസ് എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ ആന്റണി കട്ടക്കയം, ജെയിംസ് കുട്ടി OM, ജോർജ് ജോസഫ്, ബേബി KV, വിജയൻ PT, ലൂസി ഷാജി, ഓമന KB, സുജാത PP എന്നിവർ നേതൃത്വം നൽകി. SSLC+2 പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ വീടിനും സ്കൂളിനും അഭിമാനമായി സഹോദരങ്ങൾ. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അക്ഷയയും സഹോദരനും സ്കൂളിലെ തന്നെ +2 വിദ്യാർത്ഥിയായ വിഷ്ണുവുമാണ് എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. SSLC+2 പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ വീടിനും സ്കൂളിനും നാടിനും അഭിമാനമായിരിക്കുകയാണ് വണ്ടിപ്പെരിയാർ സ്വദേശികളായ സഹോദരങ്ങൾ. വണ്ടിപ്പെരിയാർ സ്വദേശികളായ ശശികുമാർ, വിജയ ദമ്പതികളുടെ മക്കളായ വിഷ്ണു, അക്ഷയ എന്നിവരാണ് SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. വിഷ്ണു +2 പരീക്ഷയിലും സഹോദരി അക്ഷയ SSLC പരീക്ഷയിലുമാണ് എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയത്. എൻ്റെ പേര് വിഷ്ണു. ഞാൻ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടിപ്പെരിയാറിലെ +2 വിദ്യാർത്ഥിയാണ്. എൻ്റെ അനിയത്തി അതേ സ്കൂളിൽ തന്നെ 10th വിദ്യാർത്ഥിയാണ്. ഞാൻ +2 ഫുൾ A+ നേടിയിട്ടുണ്ട്. എൻ്റെ അനിയത്തിയും 10th ഫുൾ A+ നേടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നേടിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത ഞങ്ങളുടെ പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാവരും നന്ദി അറിയിക്കുന്നു. വണ്ടിപ്പെരിയാറിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് ശശികുമാർ. മക്കളുടെ വിജയം കുടുംബത്തിനും സ്കൂളിനും ഇരട്ടി മധുരമാണ് സമ്മാനിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ശശികുമാർ. എൻ്റെ പിള്ളേർ വിഷ്ണു +2 പഠിക്കുന്നു, മോള് 10ാം ക്ലാസ് പഠിക്കുന്നു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. മോന് +2 ഫുൾ A+, മോള് 10ാം ക്ലാസ്സിൽ ഫുൾ A+. ഭയങ്കര സന്തോഷമുണ്ട്. അതിനെ സഹായിച്ച ടീച്ചേഴ്സിന് എല്ലാവർക്കും, വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി. അധ്യാപകർ ഇരുവരെയും വീട്ടിലെത്തി അനുമോദിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കുഴൽക്കിണറുകൾ നാട്ടിൽ പെരുകുമ്പോൾ 30 വർഷം മുമ്പ് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച കിണർ 100 കണക്കിന് ജനങ്ങൾക്ക് ആശ്രയമാകുന്നു. വണ്ടൻമേട് MES സ്കൂളിന് സമീപമാണ് ഒരിക്കലും പറ്റാത്ത കിണർ ഒരു നാടിൻ്റെ ദാഹമകറ്റുന്നത്. അടിയോളം താഴ്ചയുള്ള ഈ കിണറിലെ വെള്ളം നാളിതുവരെ വറ്റിയിട്ടില്ല. 100ഓളം കുടുംബങ്ങളാണ് ഈ കിണറിനെ ആശ്രയിക്കുന്നത്. കിണറാണ്. ഇപ്പം ഇവിടെ MESന്റെ മേടുമുടിനും അക്കരക്കര ചൂരപ്പാറ താഴ്വശത്തുള്ള മുണ്ടൻ വീട്ടുകാരും ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. പിന്നെ പഞ്ചായത്തിൻ്റെ കുളമെന്ന് പറഞ്ഞാൽ ഒരെണ്ണമുണ്ട് മൂന്നാംകുഴിയിൽ. അത് വെള്ളമില്ല ഇപ്പം, ശരിക്കും വെള്ളം പറ്റിപ്പോയി. അത് എന്നൊന്നും വെള്ളം അടിക്കാൻ കിട്ടുന്നില്ല. ആ വെള്ളം കൂടെ കുറച്ച് ഇടയ്ക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇതിനകത്ത് കിടക്കുന്നത്. ഒരു 100 പേര് കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് നിന്ന് കുടിക്കുന്നുണ്ട്. പിന്നെ വേറെ നമുക്ക് വെള്ളം എടുക്കാനായിട്ട് വ്യക്തികളുടെ അല്ലാതെ ഒന്നുമില്ല, വേറെ സംവിധാനം ഇല്ല ഇവിടെ. അതുകൊണ്ട് ഇത് നല്ല വൃത്തിക്കും ശുദ്ധിക്കും ഒക്കെ സൂക്ഷിക്കുന്നു, ചെയ്യുന്നു. സമീപവാസികൾ ചേർന്നാണ് കിണറും പരിസരങ്ങളും വൃത്തിയാക്കുന്നത്. വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് മിക്കയിടങ്ങളിലേക്കും കുടിവെള്ളം വാഹനങ്ങളിൽ എത്തിച്ചാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഉരുറ്റു വെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ഈ കുടിവെള്ള സ്രോതസ് ഇവർക്ക് അക്ഷയപാത്രമാണ്.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 239, വിൽപ്പനയ്ക്ക് വന്നത് 69,103, വിൽപ്പന നടന്നത് 64,024, കൂടിയ വില 3,613, ശരാശരി വില 2,078. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 590 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1,800, കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണഗ്രാമിന് 6,725 രൂപ, വെള്ളി 90. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മറയൂരിലെ കരിമ്പ് കർഷകർക്കും വേനൽ സമ്മാനിച്ചത് ദുരിതകാലം. ഏക്കർ കണക്കിന് ഭൂമിയിലെ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചു. പ്രതിസന്ധിയിലായത് വായ്പയെടുത്ത് കൃഷി ഇറക്കിയ കർഷകർ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി മോട്ടോർ വാഹന വകുപ്പ്. ദേവികുളം താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന ഈ മാസം 22, 29 തീയതികളിൽ നടക്കും. ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെടുന്ന വാഹനങ്ങൾ കുട്ടികളുമായി സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ. അടിമാലി ടൗണിൽ നിന്നും ദേവിയാർ പുഴയിലേക്ക് മാലിന്യമൊഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അടിമാലി ഗ്രാമപഞ്ചായത്ത് നടപടി ആരംഭിച്ചു. നടപടികളുടെ ഭാഗമായി ടൗണിലെ വിവിധ സ്ഥാപനങ്ങളിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്ത പരിശോധന നടത്തി. ചില സ്ഥാപനങ്ങൾ ദേവിയാർ പുഴയിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. വേനൽ കനത്തതോടെ ക്ഷീരകർഷകർക്ക് നിർദ്ദേശങ്ങളുമായി മൃഗസംരക്ഷണ വകുപ്പ്. ക്ഷീരകർഷകർക്കായി മൃഗസംരക്ഷണ വകുപ്പ് വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിരൂക്ഷമായ ചൂടും വരണ്ട കാലാവസ്ഥയും മനുഷ്യനേക്കാളും കന്നുകാലികളിലും പക്ഷികളിലും പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന സാഹചര്യത്തിൽ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.